ഹലോ നീയ? ആരത്? ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല നിനക്ക്? ഇങ്ങനെ ഫോണിലൂടെ വിളിച്ചിട്ട് ആരാന്നൊക്കെ ചോദിച്ചാൽ എനിക്കെങ്ങനെ മനസ്സിലാവാനാ? എന്നെ നിനക്ക് മറക്കാൻ കഴിയില്ല. നീ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഇല്ല, എനിക്ക് ആരാന്ന് മനസ്സിലായില്ല. നിങ്ങൾ എന്നെ പറയുന്നതായിരിക്കും നല്ലത്. ആരാന്ന്? ഞാൻ കിരണാണ്. നിനക്ക് ഓർമ്മയില്ലേ? നിന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്നതാ. ഓർമ്മ വന്നില്ലേ? ആ, പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഞാൻ ഓർത്തു നീ ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടെന്ന്. പക്ഷെ നീ എന്നെ എത്ര വേഗമാ മറന്നത്. അങ്ങനെയല്ല. ഞാൻ നിന്നെ എപ്പോഴും ഓർക്കാറുണ്ട്. കോളേജ് കഴിഞ്ഞിട്ട് നീ എങ്ങോട്ടാ പെട്ടെന്ന് പോയത്? നിന്നെ ഞാൻ കുറെ വിളിച്ചു, ഒരുപാട് ഞാൻ അന്വേഷിച്ചു. ഞാനിന്ന് വലിയൊരു പ്രശ്നത്തിൽ പെട്ടുപോയി. പ്രശ്നോ എന്ന് വെച്ചാ നീ ഡീറ്റെയിൽ ആയിട്ട് പറ. അതൊക്കെ നിന്നെ നേരിട്ട് കാണുമ്പോ ഞാൻ പറയാം. ഫോണിൽ അതൊന്നും പറയാൻ പറ്റില്ല. എന്നാ നീ വീട്ടിലേക്ക് വന്നോ. നിന്റെ വീട്ടിൽ എല്ലാവരും ഉണ്ടാവില്ലേ? എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കാണാൻ ആഗ്രഹം. ഇവിടെ ആരും ഇല്ലാന്നേ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ താമസിക്കുന്നേ. ആ, എന്നാ ശരി, ഞാൻ നാളെ നിന്റെ വീട്ടിലേക്ക് വരാം. ഓക്കെ, ടേക്ക് കെയർ. ആ, ടേക്ക് കെയർ. ബൈ. ഒന്നുമില്ല. ഇതെങ്ങനെ താഴെ വീണേ? അറിയില്ലെന്നേ. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു ശരി, പ്രശ്നമില്ല. വാ എഴുന്നേക്ക്. ആ ബെഡിലിരുന്നേ. നീ പോയി ഉറങ്ങിക്കോ. എനിക്കൊരു കുഴപ്പമില്ല. ഉറപ്പായിട്ടും കുഴപ്പമൊന്നുമില്ലല്ലോ? വേദനയൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. ആ ശരി. ആ, നിനക്കൊരു കാര്യം അറിയോ? എന്താ? കോളേജ് ടൈമിൽ തന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്കതൊന്നും നിന്നോട് തുറന്നു പറയാൻ കഴിയാതെ പോയി. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. പറയാമായിരുന്നു. നിന്നെപ്പോലെ ഒരു പെണ്ണിനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എന്തായാലും അവസാനം നമ്മൾ ഒന്നിച്ചായല്ലോ. ഞാൻ നിന്നോട് ഈ കാര്യം പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഒരു മെഡിക്കൽ എമർജൻസി വന്നതുകൊണ്ടാ എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. ഞാൻ നമ്മുടെ കോളേജ് കാലത്തിന് ശേഷം ഒരുപാട് നാളെ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്നെങ്കിലും കിരണെ കണ്ടുമുട്ടും. എന്റെ മനസ്സിലുള്ള സ്നേഹം അപ്പ അവളോട് പറയണം. സാഹിത്യം കുറച്ച് കൂടിപ്പോയല്ലേ? ഇപ്പൊ ഞാൻ അങ്ങനെയാ. എന്നെ എല്ലാവരും കൂടി കല്യാണം കഴിപ്പിച്ചു. പക്ഷേ നീ എന്നെ ഉപേക്ഷിച്ചു അല്ലേ? അങ്ങനെ നീ ഒരിക്കലും പറയരുത്. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്ക് ഇന്നിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കല്യാണം കഴിഞ്ഞ ആദ്യ മാസം എല്ലാം നല്ലതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്റെ ഭർത്താവ് മദ്യപിച്ച് വന്ന് എന്നെ ഉപദ്രവിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് നീ ഇത് ഡൈവോഴ്സ് ചെയ്യാതെന്താ? എനിക്കത് ഡിവോഴ്സ് ചെയ്ത് നിന്റെ കൂടെ ജീവിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അയാള് എനിക്ക് ഡിവോഴ്സ് തരുന്നില്ല. എന്താ കിരൺ, നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കും. പ്ലീസ് പ്ലീസ് കിരൺ, ഞാനില്ല കൂടെ. നിന്നെ ഉപേക്ഷിച്ചു പോയത് ഞാൻ ചെയ്ത വലിയൊരു തെറ്റായിപ്പോയി. ഇനി ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. അപ്പൊ നിന്റെ ഭർത്താവ്? ഞാൻ എന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് നിന്റെ കൂടെ വന്ന് താമസിക്കാം. എനിക്ക് നിന്റെ കൂടെ ജീവിക്കാനാ ഇഷ്ടം.
നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. ഞാൻ നിന്റെ ഭർത്താവിനോട് സംസാരിക്കാം. ഡിവോഴ്സ് നമുക്ക് വേഗമാക്കാം. സത്യാണോ? എനിക്കിനി നീ ഇല്ലാതെ ജീവിക്കാനാവില്ല. ചേച്ചി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചില്ലേ, അതിലാരെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്താ ചേച്ചി ഇത്? ഇത്രയും ധൃതി എന്തിനാ? അല്ല, എനിക്കല്ല ധൃതി, ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കാ ധൃതി. അവരാ വിളിച്ചോണ്ടിരിക്കുന്നേ. എന്തെങ്കിലും ഒരു മറുപടി പറയണമല്ലോ. ചേച്ചി, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അതെന്താ? നിന്നോട് ചോദിച്ചിട്ടല്ലേ ഞാൻ പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചത്. ഇപ്പൊ എന്താ പ്രശ്നം? എനിക്ക് ഇത്ര പെട്ടെന്ന് വേണ്ടാന്നേ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി. ഒരു വീടും കൂടെ വെക്കണമെന്നുണ്ട് എനിക്ക്. വെറുതെ നീ ന്യായൊന്നും പറയണ്ട. ഓൾറെഡി നമുക്കിപ്പോ 4 വീടുണ്ട്. ഇതിൽ ഇഷ്ടപ്പെട്ട ഒരാളെ നീ ഇപ്പൊ അങ്ങ് പറഞ്ഞാ മതി. ഇനി മറ്റാരെങ്കിലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതി. ദേ ചേച്ചി, കുറച്ചുകൂടെ സമയം തന്നെ എനിക്ക്. എല്ലാം ഞാൻ പറയാം. ഓക്കെ? ഇപ്പൊ ആദ്യം ഈ ഫുഡ് കഴിച്ച് തീർക്കാൻ നോക്ക്. എനിക്കൊരു ഫോൺ ചെയ്യാനുണ്ട്. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇപ്പൊ വരാം. ഇവന്റെ കാര്യം എന്താ ഇങ്ങനെ? ചിലപ്പോ വേണോന്ന് പറയും, ചിലപ്പോ വേണ്ടാന്ന്. ആഹാരം കൊള്ളാന്ന് പറയുകയും ചെയ്യും, ചിലപ്പോ അത് കഴിക്കാതെ പോവുകയും ചെയ്യും. എന്താ ഞാൻ ചെയ്യേണ്ട ഇവനെ കൊണ്ട്? ഇതെന്താ കിരൺ ഫോൺ എടുക്കാതിരിക്കുന്നേ? ഇനിയിപ്പോ ഭർത്താവ് എങ്ങാനും എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടാവോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. മറ്റെന്തോ കാരണമുണ്ട്. വേറെന്തോ സംഭവിച്ചിട്ടുണ്ട്. അതാണ് അവൾ ഫോൺ എടുക്കാത്തത്. ഹലോ കിരൺ, എവിടെയാ നീ? ഹലോ കിരൺ. എന്ത് ചെയ്താലും ശരി, ഞാൻ അവന്റെ കൂടെ ജീവിക്കും. അതെ, എന്താ അവിടെ സംഭവിക്കുന്നത്? നീ അവനെ ഉപേക്ഷിക്കില്ല അല്ലേ? നീ ഉപേക്ഷിക്കില്ലല്ലേ? കിരൺ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. എന്താ അവിടെ? അതെ, ഞാൻ അവന് കോളേജിലെ മുതൽ പ്രണയത്തില്ല. എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ നീ എന്തിനാണ് കല്യാണം കഴിച്ചത്? കാരണം അച്ഛനും അമ്മയും നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത്. നീ അവനെ ഉപേക്ഷിക്കില്ലല്ലേ? ഉപേക്ഷിക്കില്ലല്ലേ? ഹലോ ഹലോ കിരൺ, എന്താ അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ഇനിയെങ്കിലും എന്നെ ഒന്ന് ഡിവോഴ്സ് ചെയ്തൂടെ? ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് നിനക്ക് അവന്റെ കൂടെ അഴിഞ്ഞാടി ജീവിക്കണോ അല്ലേ? തരാടി. ഞാൻ അവനെ പ്രണയിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഞാൻ അവന്റെ കൂടെ തന്നെ ജീവിക്കുള്ളൂ. നിർത്തടി. കിരൺ, അവളുടെ ഭർത്താവിനൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. എന്ത് പറ്റി മായാങ്ക്? നീ എന്തിനാ ഇത്ര ടെൻഷനായിട്ടിരിക്കുന്നേ? ഇതുവരെ എന്താ ആഹാരം കഴിക്കാത്തത്? എനിക്ക് വിശക്കുന്നില്ല ചേച്ചി. നീ എന്തോ ഒരു കാര്യം എന്റെ അടുത്തുനിന്ന് മറച്ചു വെക്കുന്നുണ്ട്. പ്രശ്നം എന്താന്ന് നീ ആദ്യം പറയൂ. എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ചേച്ചി, അത് ബിസിനസ്സിലെ കാര്യങ്ങളെ കുറിച്ചാ. ബിസിനസ് ഒക്കെ ഇപ്പൊ മാറ്റി വെക്ക്, എന്നിട്ട് ആഹാരം കഴിക്കേ. വേണ്ട ചേച്ചി, എനിക്ക് വിശക്കുന്നില്ല. ഒരു മൂഡില്ല. ഓക്കെ? ഇവനിതെന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. ചോദിച്ച കാര്യവും പറയില്ല. എന്തോ മറയ്ക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാ. എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാതിരിക്കേണ്ടത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താന്നറിയില്ലല്ലോ. ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ? ഹലോ കിരൺ, എവിടെയായിരുന്നു നീ? എന്താ എന്നെ വിളിക്കാതിരുന്നേ? ഞാൻ നല്ലോണം പേടിച്ചിരിക്കുക. എന്താ അവിടെ സംഭവിച്ചത്? ഞാൻ പറയുന്ന കേക്ക്, എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരിക. വേണ്ട വേണ്ട, ഇന്ന് വരണ്ട. ചേച്ചിയുണ്ട്. എന്നാ നീ എന്റെ വീട്ടിലേക്ക് വാ പ്ലീസ്. അല്ല, അവിടെ നിന്റെ ഭർത്താവ് ഉണ്ടാവില്ലേ? 2 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. ശരി, ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം. ഞാൻ നിന്നെ കാത്തിരിക്കും. നമ്മുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ പോകുന്നു. നമ്മൾ ഒന്നാവുന്നതിൽ ആർക്കും ഇനി തടയാനാവില്ല.
നമ്മൾ എന്നോ ഒന്നായവരാണ്. എന്നും ഒന്നിച്ച് തന്നെ ജീവിച്ചാ മതി. അതിനുവേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാ പിന്നെ കുറച്ചുകൂടെ ചെയ്താലോ? വീണ്ടും തുടങ്ങാൻ പോവാണോ? ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? കുറച്ച് നാളുകൊണ്ട് നീ വളരെ സുന്ദരിയും ഭയങ്കര സെക്സിയും ആയിട്ടുണ്ട്. അങ്ങനെയാണോ? വെറുതെ കള്ളം പറയല്ലേ. ഞാൻ കള്ളം പറഞ്ഞതല്ല, സത്യമാണ്. എനിക്ക് നിന്നെ മാത്രം മതി. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോക്ക്, അവൻ ഇപ്പൊ വരും. ചെല്ലാൻ നോക്ക്. പോകാൻ തന്നെ നിൽക്കുന്ന എന്താ എത്ര ധൃതി? എഴുന്നേക്ക്. അല്ല പറയട്ടെ. എഴുന്നേക്കാനല്ലേ പറഞ്ഞേ? ചെല്ല്. ഞാൻ പോവാണ്. നിക്ക്. ചെല്ലാൻ. കിരൺ, വേഗം കയറുക. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്കും കഴിയില്ല. അവൻ എന്നെ കൊന്നു കളയുന്ന എനിക്ക് ഉറപ്പാ. അയാളോട് ഞാൻ സംസാരിക്കാം. ഇപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല. നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായാ മതി. ഓഹോ, ഇപ്പോ അതിനു വേണ്ടിയാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ആണെങ്കിൽ എന്താ? അകത്തേക്ക് പോയാലോ? ഉം. എന്താ ഇവിടെ? എന്താ ഇതൊക്കെ? സുനി, നീ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇത്ര നാള് സ്നേഹം നടിച്ച് എന്നെ നീ പറഞ്ഞു വഞ്ചിക്കായിരുന്നല്ലേടി? നാണമില്ലോടെ നിനക്ക് മറ്റൊരുത്തന്റെ ഭാര്യ ഇങ്ങനെ. ഞാനത് അവളോട് സംസാരിക്കട്ടെ. നീ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ? പിന്നെ ഞാൻ എന്റെ വീട്ടുകാരെ ചായച്ച് എന്റെ കാശ് കൊണ്ട് രക്ഷപ്പെടാന്ന് കരുതിയല്ലേ നീ? നിന്നോട് എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? നിനക്ക് എന്ത് കുറവാണ് ഇവിടെ ഉണ്ടായിരുന്നത്? പറയടി. നിന്നെ ഞാൻ വെറുതെ വിടുന്ന് കരുതി. പറയടി. നീ ഇതെന്താ ചെയ്തത്? ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. ഞാൻ ദേ വരുന്നു. നിന്റെ വീട്ടിൽ എല്ലാവരും ഉണ്ടാവില്ലേ? എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് മീറ്റ് ചെയ്യണം. അയാളെ ഉപേക്ഷിച്ച് എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണം. ഇനി ഞാൻ ജീവിക്കുകയാണെങ്കിൽ അത് നിന്നോടൊപ്പം മാത്രമായിരിക്കും. നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം നിന്റെ ഭർത്താവിനോട്.